നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റാപ്പർ വേടനെതിരായുള്ള ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് വിവരക്കേടാണെന്ന് BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ചേർത്തലയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. BDJSൽ മത്സരിക്കണമെന്നും വേണ്ടെന്നുമുള്ള രണ്ടഭിപ്രായമുണ്ടെന്നും അന്തിമ തീരുമാനമെടുക്കേണ്ടത് NDA സഖ്യമാണെന്നും BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ചേർത്തലയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിന്റെ ഭാവിയിൽ വൻ മാറ്റം സൃഷ്ടിക്കുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെന്ന് കേരള ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. ബ്രിട്ടീഷുകാർക്കെതിരെ ദേശീയത ഉയർത്തിപ്പിടിച്ചാണ് നാം സ്വാതന്ത്ര്യം നേടിയതെന്ന് ഇടതു ചിന്തകൻ സുനിൽ P. ഇളയിടം. അധികാരം നിലനിർത്തുവാനുള്ള കുറുക്കുവഴി മാത്രമായി ഇന്നും ദേശീയത ചുരുങ്ങിയെന്നും സുനിൽ P. ഇളയിടം. ക്രിമിനലുകളായിട്ടുള്ള അംഗങ്ങളുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവരുതെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് U. വാസുകി. വിശദമായ വാർത്തകളിലേക്ക്. റാപ്പർ വേടനെതിരെയുള്ള ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് ശുദ്ധ വിവരക്കേടാണെന്ന് BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ചേർത്തലയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വെറുതെ ഒരു ചെറുപ്പക്കാരനെ മോശമാക്കുന്ന രീതിയിൽ ചെയ്യുന്നതിനോട് ഒരു കാരണം ഞങ്ങൾ അത് യോജിക്കുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും സംശയിച്ചിട്ടുള്ള ആ പയ്യൻ ചെയ്യുന്ന പല പരിപാടികളിലും ഈ അനാവശ്യമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നു. ആ പ്രശ്നങ്ങൾ ശരിക്കും പറയുന്നത് അന്വേഷിക്കേണ്ട ഒരു വിഷയം തന്നെ. കാരണം ഒരാൾ ചെയ്യുന്ന വിഷയങ്ങളും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ 20,000 25,000 പേര് നമ്മുടെ കേരളത്തിൽ സാധാരണ നടക്കുന്ന എല്ലാ കൺസേർട്ടുകളിലും വരുന്നതാണ്. വലിയ ഫംഗ്ഷൻ ഒരുപാട് സ്ഥലങ്ങളിൽ വരുന്നതാണ്. അവിടെ ഒന്നും നടക്കാത്ത പ്രശ്നം ഈ വേടൻ നടന്ന സ്ഥലത്ത് മാത്രം എന്തുകൊണ്ട് ഉണ്ടാകുന്നു? അതെന്തോ ഒരു ക്രിയേഷൻ കൂടെ അതിനകത്ത് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കേണ്ട ഒരു വിഷയം. കാര്യം ആ പയ്യൻ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പാടുന്നുണ്ട്, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അതിനകത്ത് ഞങ്ങൾക്കൊക്കെ നല്ല അഭിപ്രായമാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള. പ്രത്യേകിച്ച് ഈ ആവശ്യമില്ല അദ്ദേഹത്തെക്കുറിച്ച് മോശം പറയുന്ന ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് വിവരക്കേടെന്നുള്ളത് എന്താ പറയുക, ശുദ്ധ വിവരക്കേട്. ഒരു ചെറുപ്പക്കാരനെ മോശമാക്കുന്ന രീതിയിലേക്ക് പോകുന്നതിനോട് യോജിക്കാനാവില്ല എന്നും കേരളത്തിൽ സാധാരണ നടക്കുന്ന എല്ലാവിധ കൺസേർട്ടുകളിലും 20,000 25,000 ആളുകൾ പങ്കെടുക്കാറുണ്ട്. അവിടെയൊന്നും നടക്കാത്ത പ്രശ്നങ്ങൾ വേടന്റെ പരിപാടികളിൽ മാത്രം എങ്ങനെ നടക്കുന്നു എന്നത് ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രിയേഷൻ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട വിഷയമാണെന്നും വേടൻ നല്ല രീതിയിൽ പാടുന്ന ആളാണെന്നും ആവശ്യമില്ലാതെ വേടനെക്കുറിച്ച് മോശം പറയുന്നത് അംഗീകരിക്കാനാവില്ല എന്നും ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് വിവരക്കേടാണെന്നും തുഷാർ വെള്ളാപ്പള്ളി ചേർത്തലയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. BDJSൽ മത്സരിക്കണമെന്നും വേണ്ടെന്നുമുള്ള രണ്ടഭിപ്രായങ്ങളുണ്ട്. അന്തിമ തീരുമാനമെടുക്കേണ്ടത് NDA സഖ്യമാണെന്നും BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ചേർത്തലയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. BDJS സംബന്ധിച്ചോളം ഞങ്ങൾ ഇന്നലെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓൺലൈൻ മീറ്റിംഗിൽ വന്നിട്ടുള്ള രണ്ട് തരത്തിലുള്ള അഭിപ്രായമാണ് വന്നത്. ഒരു വിഭാഗം ആളുകൾ മത്സരിക്കണമെന്നും മറ്റൊരു വിഭാഗം മത്സരിക്കേണ്ട കാരണം ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനോട് ബന്ധപ്പെട്ട് അതിന്റെ ഇലക്ഷൻ വർക്കിനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും എല്ലാ സ്ഥലത്തും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് 1.5 മാസക്കാലത്തോളം അതിന്റെ വർക്കിന് പോയാൽ സമയം പോകുന്നുള്ളതുകൊണ്ട് BDJS സീറ്റ് എടുക്കേണ്ട എന്നുള്ള അഭിപ്രായമാണ് BDJSന്റെ ഒരു ഭാഗം ആളുകൾ പറഞ്ഞത്. മറ്റൊരു വിഭാഗം ആളുകൾ മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ ഒരു ഫൈനൽ തീരുമാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ NDA മീറ്റിംഗ് നടക്കണം. അത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ NDA മീറ്റിംഗ് ഉണ്ടാവും. അതിനുശേഷമാണ് ഒരു ധാരണ ഉണ്ടാകുക. അതിനുശേഷം ആരായിരിക്കും സ്ഥാനാർത്ഥി എന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ തീരുമാനിക്കും. BDJS സംബന്ധിച്ച് ഞങ്ങൾ ചിന്തിച്ചത്, കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളല്ല മത്സരിച്ചത്, അതിന് മുമ്പത്തെ പ്രാവശ്യം മത്സരിച്ചത്. പക്ഷേ ഇപ്രാവശ്യം മത്സരിക്കാൻ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ കുറച്ചാളുകൾ പറഞ്ഞ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പ്രീ പ്രിപ്പറേഷൻ ആയിട്ട് നിൽക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും. അപ്പൊ അതിനിടയ്ക്ക് ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഇപ്പൊ പ്രത്യേകിച്ച് ഈ നടക്കാൻ വേണ്ടി പോകുന്ന മത്സരം ഈ പറയുന്ന കോൺഗ്രസും LDF UDFുമായിട്ടുള്ള ഒരു പാട്ടമിലി ആയിരിക്കുമല്ലോ. പ്രത്യേകിച്ച് ഭരണ തുടർച്ച എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ ഭരണകക്ഷിയും മറ്റൊരു സംബന്ധിച്ച് ഭരണം കിട്ടുമ്പോൾ നിൽക്കുന്ന ഒരവസ്ഥ നിൽക്കുമ്പോൾ അവരുടെ വലിയൊരു മത്സരം നടക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് അതിനിടയ്ക്ക് പോയി ഇപ്പം ഞങ്ങൾ നിൽക്കേണ്ട എന്നുള്ളതാണ് BDJSന്റെ ആയിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നത്. NDAയുടെ എന്താണെന്നുള്ളത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിനെപ്പോലുള്ള ഒരു വ്യക്തമായ ധാരണ ഉണ്ടാവും. BDJS മത്സരിക്കണമെന്നും വേണ്ടെന്നുമുള്ള രണ്ടഭിപ്രായമുണ്ട്. അന്തിമ തീരുമാനമെടുക്കേണ്ടത് NDA സഖ്യമാണ്. തീരുമാനമെടുക്കാൻ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് മുന്നിലുള്ളത്, മത്സരിച്ചാൽ ജയിക്കുമെന്ന അഭിപ്രായമില്ല. പക്ഷേ നല്ല മത്സരം കാഴ്ചവെക്കാനാകുമെന്ന് വിശ്വസിക്കുന്നുവെന്നും 2 ദിവസത്തിനകം തീരുമാനമുണ്ടാകുമെന്നും അൻവർ വലിയ ഫാക്ടറാണെന്ന് തോന്നുന്നില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം കുറച്ചുകൂടി കാര്യങ്ങൾ പ്രൊഫഷണലായി എന്നും തുഷാർ വെള്ളാപ്പള്ളി ചേർത്തലയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. കേരളത്തിന്റെ ഭാവിയിൽ വൻ മാറ്റം സൃഷ്ടിക്കുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ബാക്ക് ബോർഡ് മൊത്തം നിയന്ത്രിക്കുന്നത് ട്രഷറിയാണ്. അപ്പം അത് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പം ആധുനികവൽക്കരണം വന്നുകൊണ്ട് ഈ മാർച്ച് മാസം 31-ാം തീയതി ഒരു ട്രഷറിയിലും വൻ തിരക്കുണ്ടായിരുന്നില്ല. നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ഇപ്പോൾ ഇരുന്ന സമയത്ത് കുറച്ചുകൂടെ പണം ചോദിച്ചു. പക്ഷെ കഴിഞ്ഞ മാർച്ച് 31-ന്
100% പണം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൊടുത്തു എന്ന് മാത്രമല്ല 10% മുൻപ് കൊടുക്കാനുള്ളത് കൂടെ ചേർത്ത് 110% കൊടുത്തു നമ്മുടെ സംസ്ഥാന സർക്കാർ. ഈ എല്ലാം അടച്ചുപൂട്ടുമെന്ന് ഇവർ പറയുന്ന സമയത്ത് 110% കൊടുത്തത്. അപ്പോൾ ഇന്നലെ ഫോർബ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലോകത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാഗസികയാണ്. ഫോർബ്സിൻ്റെ ഇപ്പോഴത്തെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, കേരളത്തിൽ ഏറ്റവും കടം കുറഞ്ഞ സംസ്ഥാനങ്ങളിലേക്കാണ് കേരളം പോകുന്നത്. കടത്തിൻ്റെ കാര്യത്തിൽ 16ാമത്തെ സ്ഥാനമേ ഉള്ളൂ കേരളത്തിന്. ഇവിടെ പറയുന്നത് നമ്മൾ വലുതായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയെന്നല്ലേ. നികുതി ഇതര വരുമാനമുണ്ട്. ഇപ്പം നമ്മുടെ ഈ പാറ, കോറി, ഭൂമി, ഇങ്ങനെയൊക്കെയുള്ള ചില ടാക്സുകളുണ്ട്. ഭൂമി നികുതി, ഇങ്ങനെയൊക്കെയുള്ള ടാക്സുകളുണ്ട്. ഇതൊക്കെ വരുന്നത് നികുതി, ലോട്ടറി എന്നുള്ള പരിപാടി, നികുതി ഇതര വരുമാനം. അത് 7000 കോടിയായിരുന്നു. അങ്ങനെ 54,000 കോടിയായിരുന്നു കേരളത്തിൻ്റെ ആകെ ഒരു വർഷത്തെ വരുമാനം. നമ്മുടെ ആ വരുമാനം ഇപ്പോൾ ആ 47,000 എന്നുള്ളത് 80,000 കോടിയിലേക്ക് എത്തി ഈ 4 വർഷം കൊണ്ട്. 94,000 ആയി. 54,000 കോടി 94,000, 95,000 കോടിയായി ഈ വർഷം. അടുത്ത വർഷം അത് 1,05,000 കോടിയാവും. ആത്മവിശ്വാസത്തോടെ പറയുന്നത്, ധനകാര്യമന്ത്രി എന്ന നിലയിൽ കണക്കുകൾ വെച്ചിട്ടാണ് അടുത്ത വർഷം 1 ട്രില്യൺ രൂപ, 1 ലക്ഷം കോടിയിലധികമാവും വരുമാനം. കേരളത്തിന്റെ ഭാവിയിൽ വൻ മാറ്റം സൃഷ്ടിക്കുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. രാജ്യത്ത് കടം കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളമെന്നും ധനകാര്യമന്ത്രി പറഞ്ഞു. കായംകുളം സബ് ട്രഷറി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം പാർക്ക് മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിഴിഞ്ഞം പദ്ധതി ചെലവിൽ ഏറിയ പങ്കും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. ഫോർബ്സ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കടം കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളം. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ട്രഷറിയാണ്. ആധുനിക നിലയിൽ നിർമ്മിക്കുന്ന ട്രഷറികളിൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുമെന്നും ട്രഷറി എന്നത് സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന സ്ഥലമെന്നതിനേക്കാൾ ആളുകളുടെ സൗഹൃദ കൂട്ടായ്മയാണെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ കായംകുളം MLA U പ്രതിഭ അധ്യക്ഷയായി. കായംകുളം നഗരസഭ അധ്യക്ഷ P ശശികല, വൈസ് ചെയർമാൻ J ആദർശ്, സ്ഥിരം സമിതി അധ്യക്ഷരായ PS സുൽഫിക്കർ, S കേശുനാഥ്, ഷാമില അനിമോൾ, മായാദേവി, ഫർസാന ഹബീബ്, കൗൺസിലർ രാജശ്രീ കമ്മത്ത്, ദക്ഷിണമേഖല ഡെപ്യൂട്ടി ഡയറക്ടർ KP ബിജുമോൻ, ട്രഷറി വകുപ്പ് ഡയറക്ടർ B സാജൻ, ചെങ്ങന്നൂർ ജില്ലാ ട്രഷറി ഓഫീസർ KO വിജികുമാരി, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, കായംകുളം. ബ്രിട്ടീഷുകാർക്കെതിരെ ദേശീയത ഉയർത്തിപ്പിടിച്ചാണ് നാം സ്വാതന്ത്ര്യം നേടിയതെന്ന ഇടത് ചിന്തകൻ സുനിൽ P ഇളയിടം NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയത ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ദേശീയത ഒരു ആധുനിക ആശയമാണ്. ആധുനിക ലോകം രൂപപ്പെടുത്തിയെടുത്ത പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആശയങ്ങളിലൊന്നാണ് ദേശീയത. ഞാനിതിങ്ങനെ പറയാൻ പ്രധാനപ്പെട്ട ഒരു കാരണം, ഇതിങ്ങനെയല്ല എന്ന് കരുതുന്ന വലിയൊരു രാഷ്ട്രീയ നിലപാട് ഇന്ത്യയിലുണ്ട്. ദേശീയത ചിരപുരാതനമായ ഒന്നാണെന്നും സഹസ്രാബ്ദങ്ങളായി നിലനിന്നു പോരുന്ന മൂല്യങ്ങളും അല്ലെങ്കിൽ വിശ്വാസ വ്യവസ്ഥകളും സാംസ്കാരിക സങ്കല്പങ്ങളും ഒക്കെ ചേർന്നതാണ് ദേശീയത എന്നൊക്കെയുള്ള വാദം ഇപ്പൊ ധാരാളമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ഹിന്ദുത്വത്തിന്റെ അടിസ്ഥാന യുക്തി തന്നെ അത്തരത്തിലൊന്നാണ്. അതുകൊണ്ട് ദേശീയത എന്ന് പറയുന്നത് ഏറ്റവും ആധുനികമായ ഒരു രാഷ്ട്രീയ ആശയമാണ് എന്ന് നമ്മൾ ആദ്യമേ ഉറപ്പിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ദേശീയതയുടെ വിശദീകരണത്തിൽ ദേശീയതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ ആധുനികതയ്ക്ക് മുമ്പുള്ള പൗരാണികമായ താല്പര്യങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ ഉപയോഗപ്പെടുത്താം, പാരമ്പര്യം ഉപയോഗപ്പെടുത്താം, അതൊക്കെ ഉണ്ടായിന്ന് വരും. പക്ഷെ അതുണ്ടായി വരുന്നത് ആധുനികമായ ഒരു സന്ദർഭത്തിലാണ്. ഏറ്റവും ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ മധ്യകാല നാടുവാഴ്ത്തത്തിൻ്റെയും രാജാധികാരത്തിൻ്റെയും കെട്ടുപൊട്ടി ആധുനികമായ ഒരു ജനാധിപത്യ സംവിധാനം നിലവിൽ വരുന്ന സമയത്ത് ഒരു സമൂഹം തങ്ങളെ തന്നെ നിർവചിക്കാൻ ഉണ്ടാക്കിയെടുക്കുന്ന സങ്കല്പനപരമായ ഒരു ആശയവ്യവസ്ഥയാണ് ദേശീയത എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ ദേശീയത ഉയർത്തിപ്പിടിച്ചാണ് നാം സ്വാതന്ത്ര്യം നേടിയതെന്ന ഇടത് ചിന്തകൻ സുനിൽ P ഇളയിടം. അധികാരം നിലനിർത്തുവാനുള്ള കുറുക്കുവഴി മാത്രമായി ഇന്ന് ദേശീയത ചുരുങ്ങിയെന്നും സുനിൽ P ഇളയിടം പറഞ്ഞു. കേരള NGO യൂണിയന്റെ 62ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ദേശീയതയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സുനിൽ P ഇളയിടം. ബ്രാഹ്മണികമായ വേദിക് ചിന്താധാരയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് വർത്തമാന ഇന്ത്യൻ ദേശീയത എന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയത അപരവിദ്വേഷമായി രൂപപ്പെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏവരെയും ഉൾക്കൊള്ളുന്ന ദേശീയതയുടെ ശത്രുക്കൾ എന്ന നിലയിൽ ഹിന്ദുത്വത്തെ തുറന്നു കാട്ടേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് AM അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് S ഗോപകുമാർ സ്വാഗതവും സംസ്ഥാന സെക്രട്ടറി CMS നായർ നന്ദിയും പറഞ്ഞു.
ജനറൽ സെക്രട്ടറി എം വി ശശിധരൻ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. ക്രിമിനലുകളായിട്ടുള്ള അംഗങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ഒരു രീതിയിലും സംരക്ഷിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവരുതെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് യു വാസുകി. Gender policy of BJP is protecting criminals who are charged of sexual crimes against women. So we should not accept this kind of politics or accept this kind of nonsense. We should say a clear no to all these type of politics. But what is our Prime Minister doing? He's going on saying Stree Shakti and Beti Bachao. So many things he is saying. On the one hand, they say women are like goddess. We should worship. We should respect. But on the other hand, the criminals who have committed horrible crimes against women, they are being protected. They are being given tickets in the election. They are being made as the leader of the party. What does it show? On the one hand, they say this. On the other hand, they do this. So what does it show? I feel all of them are suffering from split personality. See, for example, their whole ideology என்ன மனுஸ்மிருதி. No doubt about that. அவங்களே அதை ஓப்பனா அக்செப்ட் பண்றாங்க. மனுஸ்மிருதி விமன் பத்தி என்ன சொல்லுது? சூத்ராஸ் பத்தி என்ன சொல்லுது? SC/ST பத்தி என்ன சொல்லுது? மனுஸ்மிருதி supports, justifies, glorifies caste hierarchy. They are opposed to equality. They are anti-women, anti-Dalit, anti-Adivasi, anti-working class. இப்ப இதுதான் ஒரு பார்ட்டியினுடைய ஐடியாலஜி என்று சொன்னால் அவங்களுடைய பாலிசி, அவங்களுடைய ஆக்டிவிட்டீஸ் எல்லாமே based on this ideology, anti women ஆக, anti working class ஆக, anti Dalit ஆக அப்படித்தானே வரும். அதனாலதான் அவங்களுடைய பாலிசிய, அவர்களுடைய ஆக்டிவிட்டீஸ ஒரு ஹோலிஸ்டிக் வியூவோட நம்ம பார்க்கணும். We should reject this ideology. We should reject the party which follows this ideology. ക്രിമിനലുകളായിട്ടുള്ള അംഗങ്ങളുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവരുതെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് യു വാസുകി. മനുസ്മൃതിയിലെ ജാതി മേൽക്കോയ്മ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാരെന്നും വാസുകി പറഞ്ഞു. കേരള NGO യൂണിയൻ 62ാം സംസ്ഥാന സമ്മേളനത്തിൽ സംഘടിപ്പിച്ച ലിംഗനീതി, തുല്യത, വികസനം എന്ന വനിതാ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വാസുകി. രാജ്യത്തെ ബലാത്സംഗ കേസുകളിൽ പരാതി നൽകുന്ന സ്ത്രീകളെ കോടതി മുറികളിലടക്കം വീണ്ടും മാനം കെടുത്തുന്ന വ്യവസ്ഥിതിയാണ് നിലനിൽക്കുന്നതെന്നും അവർ അഭിപ്രായപ്പെട്ടു. മനുസ്മൃതിയിലെ ജാതി മേൽക്കോയ്മ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. ദളിത് വിരുദ്ധ, സ്ത്രീവിരുദ്ധ, തൊഴിലാളി വർഗ്ഗവിരുദ്ധ സമീപനങ്ങളാണ് കേന്ദ്രം പിന്തുടരുന്നത്. കേരളത്തിലെ സ്ത്രീപക്ഷ സൗഹൃദ മുന്നേറ്റങ്ങൾ അഭിനന്ദനാർഹമാണെന്നും യു വാസുകി അഭിപ്രായപ്പെട്ടു. സ്ത്രീകൾക്ക് രാഷ്ട്രീയമായ നിലപാടും രാഷ്ട്രീയ വ്യക്തതയും ഉണ്ടാകണമെന്ന വിഷയത്തോട് സംസാരിച്ച മാധ്യമപ്രവർത്തക ആർ പാർവതി ദേവി അഭിപ്രായപ്പെട്ടു. സെമിനാറിൽ NGO യൂണിയൻ വൈസ് പ്രസിഡന്റ് TM ഹാജറ അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ സംസ്ഥാന ട്രഷറർ VK ഷീജ സ്വാഗതവും സംസ്ഥാന വനിതാ സബ് കമ്മിറ്റി കൺവീനർ S ലക്ഷ്മിദേവി നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴയിൽ നടന്നു വന്ന കേരള NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. കേരള NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. ജനപക്ഷ ബദൽ നയങ്ങളുടെ സംരക്ഷണത്തിനും വിപുലീകരണത്തിനുമായി ജീവനക്കാർ അണിനിരക്കണമെന്ന സമ്മേളനത്തിൽ പ്രമേയം. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഒരു സർക്കാരും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത സങ്കീർണമായ സാഹചര്യത്തെയാണ് കേരള സർക്കാർ ഇന്ന് അഭിമുഖീകരിക്കുന്നത്. കേരളത്തിന്റെ വികസന കുതിപ്പിന് തടയിടാൻ ലക്ഷ്യം വെച്ചാണ് ശത്രുതാപരമായ നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. രാജ്യത്തിന്റെ മതനിരപേക്ഷ ഫെഡറൽ സംവിധാനം നിലനിർത്താൻ നിലപാട് സ്വീകരിക്കുന്ന കേരള സർക്കാരിനെ തകർക്കാൻ ഏത് ഹീനമാർഗവും സ്വീകരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധവും തൊഴിലാളി വിരുദ്ധവും വർഗീയതയിൽ അധിഷ്ഠിതവുമായ നയങ്ങൾക്കെതിരെ ശക്തവും യോജിപ്പാർന്നതും തുടർച്ചയുള്ളതുമായ സമരം രൂപപ്പെടുത്തുക എന്നത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ജനപക്ഷ ബദൽ നയങ്ങളുടെ സംരക്ഷണവും വ്യാപനവും പ്രധാനമാണ്. സർക്കാർ പദ്ധതികൾ അതിവേഗം യാഥാർത്ഥ്യമാക്കി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ ജീവനക്കാർ രംഗത്തിറങ്ങണം. ബദൽ നയങ്ങളുടെ വിപുലീകരണവും നവകേരളം സാധ്യമാക്കാനുള്ള പരിശ്രമവും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ പോരാട്ടങ്ങൾക്ക് കരുത്തും ദിശാബോധവും പകരും. അതിനാൽ ജനപക്ഷ ബദൽ നയങ്ങളുടെ സംരക്ഷണത്തിനും വിപുലീകരണത്തിനുമായി മുഴുവൻ ജീവനക്കാരും അണിനിരക്കണമെന്ന് NGO യൂണിയൻ പ്രമേയത്തിലൂടെ അഭ്യർത്ഥിച്ചു. ആലപ്പുഴ ക്യാംപ്ലോഡ് കൺവെൻഷൻ സെന്ററിലാണ് 3 ദിവസങ്ങളിൽ സംസ്ഥാന സമ്മേളനം നടന്നത്. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ ആറാട്ടുപുഴ തീരത്ത് കണ്ടെയ്നർ അടിഞ്ഞ ഭാഗത്ത് ഡോൾഫിനെ ചത്ത നിലയിൽ കണ്ടെത്തി.
ആലപ്പുഴ ആറാട്ടുപുഴ തീരത്ത് കണ്ടെയ്നർ അടിഞ്ഞ ഭാഗത്ത് ഡോൾഫിനെ ചത്ത നിലയിൽ കണ്ടെത്തി. അടിഞ്ഞ തറക്കടവിൽ നിന്ന് 200 മീറ്ററോളം മാറി അഴീക്കോടൻ നഗറിന് സമീപത്തു നിന്നാണ് ഡോൾഫിന്റെ ജഡം കണ്ടത്. കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞതിനെ തുടർന്ന് ഓഷ്യൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കടപ്പുറങ്ങൾ വൃത്തിയാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി തീരം സന്ദർശിച്ച നങ്ങ്യാർകുളങ്ങര TKM കോളേജിലെ സുവോളജി വിഭാഗം മേധാവി S. ഷീലയാണ് ഡോൾഫിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ആറാട്ടുപുഴ തീരത്തടിഞ്ഞത് പഞ്ഞിത്തുണി നിറച്ച കണ്ടെയ്നറുകളാണ്. പഞ്ഞിത്തുണി ഭക്ഷിച്ചതാണ് ഡോൾഫിൻ ചാകാൻ കാരണമെന്നാണ് സൂചന. ആകാശപാത നിർമ്മാണത്തിനായി അസംസ്കൃത വസ്തുക്കൾ നിർമ്മിക്കുന്ന ഗോഡൌണിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. തുറവൂർ തെക്ക് പുത്തൻചന്തയിലാണ് സംഭവം. തുറവൂർ തെക്ക് പുത്തൻചന്തയിൽ നാട്ടുകാർ സമരരംഗത്ത്. NH-66 അസംസ്കൃത വസ്തുക്കൾ നിർമ്മിക്കുന്ന ഗോഡൌണിന് മുന്നിലാണ് നാട്ടുകാർ സമരം ചെയ്തത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പെയ്യുന്ന മഴവെള്ളം വീടുകളിൽ കെട്ടി നിൽക്കുകയാണ്. സിമന്റും രാസവസ്തുക്കളും കലർന്ന വെള്ളം മൂലം വലിയ ദുരിതമാണ് ഇവിടുത്തെ പ്രദേശവാസികൾ അനുഭവിക്കുന്നത്. വർഷങ്ങളായി മഴവെള്ളം ഒഴുകിപ്പോകുന്ന പൊതുതോട് ഗോഡൌണിന് ഉള്ളിലാണ്. ഈ തോട് നികർത്തിയതാണ് നാട്ടുകാർക്ക് വിനയായത്. പുറമ്പോക്ക് സ്ഥലമാണ് ഇവിടെ കിടക്കുന്നത്. തോട്, ഈ തോട് ദേശീയ തോടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കടലിലേക്ക് പോകേണ്ട വെള്ളമാണിത്. ഇവിടെ ഇത്രയും വീട് ഇത് അങ്ങ് കൂടെ ബാക്കി കടഞ്ഞി. ഇവിടെ 3.5 മീറ്റർ ഇതിൻ്റെ പുറമ്പോക്കിൻ്റെതുണ്ട്. ഈ കാണാൻ അത് ഇവർ കൈ കയറി എടുത്തിട്ട് മൊത്തം അടച്ച് ബ്ലോക്കാക്കിയിട്ട് ഇത്രയും വീടും വെള്ളത്തിലാക്കിയിരിക്കുന്നത്. ഈ കമ്പനി വെള്ളത്തിലാക്കിയിരിക്കുന്ന ഇത്രയും വീടും ഈ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെയാണ് ഈ കാണിച്ചില്ല, കുറച്ചൊന്ന് കാണിച്ചത് ഈ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോകണം. അതുങ്ങളുടെ ബാത്റൂം വരെയും വെള്ളമാണ്, അവർക്ക് ജീവിക്കണ്ടേ. ഇതിൻ്റെ അപ്പുറത്ത് നടക്കുന്ന സംഭവം. ഈ 5-8 വീട് വെള്ളത്തിൽ കിടക്കുകയാണ്. എല്ലാ വീടുകളും വെള്ളത്തിലാണ്. ഇവിടെ ഈ പരിസരം മൊത്തം വെള്ളത്തിൽ കിടക്കുകയാണ്. അതിനുള്ളൊരു അധികൃതരോട് സംസാരിച്ചപ്പോൾ എന്ത് പരിഹാരം ഉണ്ടാക്കുന്നത്? കുത്തിയോട് പോലീസ് വന്നായിരുന്നു. കുത്തിയോട് പോലീസ് സംസാരിച്ചിട്ട് പുള്ളി പറഞ്ഞു പുള്ളിക്ക് അവർ പരാതിയിലാണ് വന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞൊന്നും പറയാൻ പറ്റില്ല, നിങ്ങൾ ടീമിൽ വെള്ളമടിച്ച് ഇത് പോകാനുള്ള സംവിധാനം ചെയ്യണമെന്ന് പറയും. അപ്പോൾ മോട്ടോർ വെച്ചടിക്കാമെന്ന് അവർ പറഞ്ഞു. മോട്ടോർ വെച്ചടിച്ച് മഴ പെയ്യുമ്പോഴത്തേക്കും മോട്ടോർ വെക്കാൻ പറ്റുമോ? അപ്പോൾ ഇന്ന് ഒരു 24 മഴ തീരുമ്പോഴേ മോട്ടോർ വെച്ചോണ്ടിരിക്കുന്നത്. ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഈ തോട് ക്ലീൻ ചെയ്ത് തന്നെ ക്ലീൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ വെള്ളം പൊക്കോളും. അത് ഇവരുടെ സ്ഥലമൊന്നും വേണ്ട, പുറമ്പോക്ക് സ്ഥലം. ആ കിടക്കുന്ന തോട് ശരിയാക്കി ദേശത്തോട്ട് ചെല്ലും, കടലിൽ പോകുള്ളൂ. ഇവിടെ ഒരു തുള്ളി വെള്ളം നിൽക്കില്ല. ആ താഴെ ക്ലീൻ ചെയ്ത് തന്നാൽ മാത്രം മതി. അശോക ബിൽഡേഴ്സാണ് NH-66 പണികൾ നിർവഹിക്കുന്നത്. പുത്തൻചന്ത സ്വകാര്യ ITCയുടെ തെക്ക് ഭാഗത്ത് ഏക്കർ കണക്കിന് സ്ഥലം വാടകയ്ക്കെടുത്താണ് വേലികെട്ടി കമ്പനി അസംസ്കൃത വസ്തുക്കൾ നിർമ്മിക്കുന്നത്. തുറവൂർ ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിലെ ഗോഡൌണിന് മുന്നിൽ തടിച്ചുകൂടിയ നാട്ടുകാരുമായി കമ്പനി അധികൃതർ സംസാരിച്ചു. ഇവിടെ കുത്തിത്തോട് പോലീസും എത്തി. മോട്ടോർ ഉപയോഗിച്ച് വെള്ളം തൽക്കാലം പമ്പ് ചെയ്ത് നീക്കാമെന്ന വ്യവസ്ഥയിൽ നാട്ടുകാർ പിരിഞ്ഞു പോവുകയായിരുന്നു. ഗോഡൌണിനുള്ളിൽ നികർത്തിയ പൊതുതോട് തുറന്നാലേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. തുറവിൽ നിന്നും പ്രസാദ് കൃഷ്ണൻകുട്ടി, ടൈം ന്യൂസ്. പാതയോരത്തെ ചതുപ്പിൽ തള്ളിയ മാലിന്യം നീക്കം ചെയ്യാൻ നേരിട്ടിറങ്ങിയ പഞ്ചായത്ത് പ്രസിഡന്റിന് അഭിനന്ദന പ്രവാഹം. ചേർത്തല പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റായ സുധീഷാണ് മാലിന്യം നീക്കം ചെയ്യാൻ ചതുപ്പിലിറങ്ങിയത്. പാതയോരത്തെ ചതുപ്പിൽ തള്ളിയ മാലിന്യം നീക്കം ചെയ്യാൻ നേരിട്ടിറങ്ങിയ പഞ്ചായത്ത് പ്രസിഡന്റിന് അഭിനന്ദന പ്രവാഹം. ചേർത്തലയ്ക്കടുത്ത പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് TS സുധീഷാണ് ചതുപ്പിലിറങ്ങി മാലിന്യ കിറ്റുകൾ നീക്കം ചെയ്തത്. പള്ളിപ്പുറം പഞ്ചായത്ത് 9, 10 വാർഡുകളുടെ അതിർത്തിയായ വടക്കങ്കര കരീമഠം മേഖലയിലെ ചതുപ്പ് പ്രദേശത്താണ് സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളിയത്. ഫുഡ് വേസ്റ്റ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വലിയ പ്ലാസ്റ്റിക് ബാഗുകളിലാക്കിയാണ് ഇവിടെ തള്ളിയത്. രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ എത്തിച്ച് തള്ളിയതാണെന്നാണ് സൂചന. ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാരാണ് വിവരം പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചത്. തുടർന്ന് പ്രസിഡന്റ് നേരിട്ടെത്തി ലുങ്കിയും ബനിയനും ധരിച്ച ചതുപ്പിലിറങ്ങി മാലിന്യ കിറ്റുകൾ നീക്കം ചെയ്യാൻ നേതൃത്വം നൽകി. തുടർന്ന് മടിച്ചു നിന്നവരും പ്രസിഡന്റിനോടൊപ്പം ചേരുകയായിരുന്നു. ആരെയും കാത്തു നിൽക്കാതെ ആരോടും ആജ്ഞാപിക്കാതെ നേരിട്ടിറങ്ങി മാലിന്യം നീക്കം ചെയ്യാൻ നേതൃത്വം നൽകിയ പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് TS സുധീഷ് ജനപ്രതിനിധികൾക്ക് മാതൃകയാണ്. പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് TS സുധീഷ് ഇപ്പോൾ ചേരുന്നു. ഇത് കഴിഞ്ഞ ദിവസത്തെ രാത്രിയിലാണ് ഈ മാലിന്യം കൊണ്ടുവന്ന ആ പ്രദേശത്ത് ഏതോ സാമൂഹിക വിരുദ്ധർ തള്ളിയത്. ആ പ്രദേശവാസികളാണ് ഈ കാര്യം വിളിച്ച് പറഞ്ഞത്. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ഈ മഴയും കാറ്റും കൊടുങ്കാറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അത് തന്നെയാണ് നേരിട്ട് മാലിന്യം നീക്കുവാൻ വേണ്ടി നേരിട്ട് തന്നെ ഇറങ്ങിയത്. കാരണം സമ്പൂർണ്ണ മാലിന്യ സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം പ്രഖ്യാപിതമായി. ഗ്രാമപഞ്ചായത്തും സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞത്. അതിനുശേഷം ഇതേപോലുള്ള സാമൂഹ്യ വിരുദ്ധർ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പല മാലിന്യങ്ങളും കൊണ്ടുപോയി തള്ളുന്നതായി നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും അവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടി ഉൾപ്പെടെ എടുത്തുകൊണ്ട് തന്നെയായിരിക്കും പഞ്ചായത്ത് മുന്നോട്ട് പോവുക. അതെ, ഏകദേശം 10-20ഓളം വരുന്ന ചാക്കുകളാണ്. അത് ഈ മഴ വെള്ളം പൊങ്ങിയതിലൂടെ അത് പല സ്ഥലങ്ങളായിട്ട് ഒഴുകി നടക്കുകയാണ്. ഞങ്ങളെ കൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റാവുന്ന പ്ലാസ്റ്റിക് ചാക്കുകളെല്ലാം തന്നെ കളക്ട് ചെയ്തു. ഇതിലെല്ലാം തന്നെ നമ്മുടെ വീടുകളിലെ വേസ്റ്റ് തന്നെയാണ്. ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കേണ്ട ഈ പ്ലാസ്റ്റിക്കുകളും അതേപോലെ തന്നെ കുപ്പികളും
അതുപോലെ ഫുഡ് വേസ്റ്റ് അടങ്ങിയ സാധനങ്ങളാണ് ഇതിലെല്ലാം തന്നെ ഉള്ളത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതോ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ ലോഡ്ജുകളിലോ താമസിക്കുന്നവരുടെ വേസ്റ്റ് ആണെന്ന് തന്നെയാണ് നമുക്ക് തോന്നാൻ സാധിക്കുക. കാരണം ചപ്പാത്തികളിലെ കവറുകൾ, അതേപോലെ തന്നെ വെളിച്ചെണ്ണയുടെ കവറുകൾ, അവർ കൊണ്ടുവന്ന ഫുഡിന്റെ പാഴ്സലിന്റെ കവറുകൾ, ഇതൊക്കെ തന്നെയാണ് ഈ ചാക്കേട്ടിൽ ഉണ്ടായിരുന്നത്. അതെല്ലാം തന്നെ മാറ്റുവാൻ വേണ്ടിയുള്ള നടപടിയെല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ പഞ്ചായത്തിന്റെ അടുത്ത് തന്നെ സംസ്കരിക്കാനുള്ള നടപടിയാണ് എടുക്കുന്നത്. ഈ മാലിന്യം നീക്കുവാൻ വേണ്ടി തന്നെ അവിടുത്തെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി തന്നെയാണ് അവിടെ ഇറങ്ങിയ മാലിന്യം നീക്കം ചെയ്തിട്ടുള്ളത്. ഇനിയും ഒട്ടനവധി സ്ഥലങ്ങളിൽ ഇതേപോലുള്ള മാലിന്യങ്ങൾ തള്ളുന്ന ആൾക്കാർ ഉൾപ്പെടെയുണ്ട്. അത് തീർച്ചയായും പൊതുജനങ്ങളുടെ ഒരു സഹായമാണ് നമുക്ക് ആവശ്യം. കാരണം ഇതിലൂടെ തള്ളുന്നവരെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എടുത്തു തരികയാണെങ്കിൽ നല്ല തക്കതായിട്ടുള്ള ശിക്ഷ അവർക്ക് മേടിച്ചു കൊടുക്കാനുള്ള ഇടപെടൽ നടത്തും എന്നാണ് പറയുന്നത്. ടൈം ന്യൂസ് ചേർത്തല. തൈക്കാട്ടുശ്ശേരി കുട്ടഞ്ചാൽ SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ മഹാവിഷ്ണു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടന്നു. തുടർന്ന് നടന്ന സമർപ്പണ സമ്മേളനം SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. തൈക്കാട്ടുശ്ശേരി കുട്ടഞ്ചാൽ SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ പുതുതായി നിർമ്മിച്ച ശ്രീ മഹാവിഷ്ണു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നു. പ്രതിഷ്ഠയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നടന്ന മഹാസമ്മേളനത്തിന് SN ട്രസ്റ്റ് ബോർഡംഗം പ്രീതി നടേശൻ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. SNDP യോഗം പാണാവള്ളി മേഖലാ ചെയർമാൻ KL അശോകൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര സമർപ്പണ സമ്മേളനം SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഗുരുദേവൻ ഒരിക്കലും ഗുരുദേവനെ ആരാധിക്കരുത് എന്ന് ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള അങ്ങനെയുള്ള പലതരത്തിലുള്ള ദർശനത്തെ വളർത്തുകൊടുക്കും നമ്മൾ കണ്ടിട്ടുള്ളവരാണ്. SNDP യോഗം നേതാക്കന്മാർക്ക് ജാതി പറയാൻ അവകാശമില്ലാത്തവരാണ്. കാരണം ഗുരുദേവൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള ദർശനത്തെ എങ്ങനെയൊക്കെ വളച്ചൊടിക്കാൻ കഴിയുമോ അതിന്റെ പരമാവധി വളച്ചൊടിച്ച ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ യോഗ നേതൃത്വം അധികാരത്തിൽ വരുന്നത്. നമുക്കറിയാം, മഹാനായ ശങ്കർ സാറിന്റെ കാലഘട്ടം വരെ SNDP യോഗം സ്ഥാപിച്ച അന്ന് മുതൽ മഹാനായ ശങ്കർ സാറിന്റെ കാലഘട്ടം വരെയുള്ള കാലഘട്ടം സമരങ്ങളുടെയും വലിയ നമ്മുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ ഉണ്ടാകുന്ന SNDP യോഗത്തിന്റെ നേതൃത്വത്തിലാണ് കുട്ടനാട്. അതുപോലെ 18 വയസ്സ് വോട്ടവകാശം ഉൾപ്പെടെ ഇന്ന് കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും ആ കാലഘട്ടത്തിൽ മഹാരഥന്മാരായിട്ടുള്ള SNDP യോഗത്തിന്റെ നേതാക്കന്മാർ നമുക്ക് നേടിത്തന്നിട്ടുള്ള വലിയ വലിയ സമരങ്ങളിലൂടെ നേടിത്തന്നിട്ടുള്ളതാണ്. നമ്മളിടുന്ന സ്വർണ്ണമാല ഉൾപ്പെടെ, നമ്മൾ വെക്കുന്ന മീശ മാറുമറയ്ക്കുവാൻ, അമ്പലത്തിൽ കയറുവാൻ ഉൾപ്പെടെയുള്ള ഓരോ സ്വാതന്ത്ര്യങ്ങളും ആ കാലഘട്ടത്തിൽ SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ മഹാരഥന്മാരായിട്ടുള്ള നമ്മുടെ നേതാക്കന്മാർ സമരങ്ങളിലൂടെ നേടിയെടുത്തതാണ്. SNDP യോഗം ചേർത്തല യൂണിയൻ അഡ്മിനിസ്ട്രാർ T. അനിയപ്പൻ, യോഗം കൗൺസിലർ PT മന്മത്തൻ, ബിജുദാസ് എബിമോൻ, ബൈജു അറുകുഴി, KP നടേശൻ, PD ഗഗാറിൻ, PP ജിനദേവൻ, TS സുധീഷ്, സ്മിത ദേവാനന്ദ്, രമണി അനിരുദ്ധൻ, PV സതീശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ടൈം ന്യൂസ് തുറവൂർ. ആലപ്പുഴ പ്രതീക്ഷ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മെറിറ്റ് അവാർഡ് വിതരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും നടത്തി. HSLAM MLA ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ പ്രതീക്ഷ റെസിഡൻസ് അസോസിയേഷന്റെ മെറിറ്റ് അവാർഡ് വിതരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും നടത്തി. HSLAM MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം പ്രശ്നമല്ല, ജാതിയോ മതമോ പ്രശ്നമല്ല, രാഷ്ട്രീയ പ്രശ്നമല്ല, ഏതെങ്കിലും താമസിക്കുന്ന പ്രദേശത്തിന്റെ പ്രത്യേകത പ്രശ്നമല്ല, തീരദേശമൊന്നോ കിഴക്കൻ മേഖലയൊന്നും പ്രശ്നമല്ല, ഒരു കുടുംബത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമല്ല, ഒരു സ്റ്റാറ്റസ് പ്രശ്നമല്ല. ഏത് വീട്ടിലെ കുട്ടിയെയും പിടികൂടാം എന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് നമുക്ക് നേരെ എന്തെങ്കിലും പറ്റുമ്പോൾ മാത്രമേ ഇറങ്ങി പുറപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞ പോലെ നമ്മുടെ പരിസരത്ത് എവിടെയുണ്ടെങ്കിലും നമുക്കത് ചൂണ്ടിക്കാണിക്കാനും അത് പരിസരത്തിന്റെ നമ്മളിലേക്ക് വരുമെന്ന് കാണണം. നമുക്കെല്ലാം നമ്മുടെ മക്കളുടെ ഗ്യാരണ്ടിയുണ്ട്, അതൊരു വിശ്വാസം. ആ ഗ്യാരണ്ടി എനിക്കെന്റെ മക്കളെ ഗ്യാരണ്ടി എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ പെട്ടുപോയ പല ആൾക്കാരും നോക്കിയത് കാണാൻ പറ്റും. വെറ്റക്കാരം ജംഗ്ഷന് സമീപം കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ SSLC മുതൽ ഉപരിപഠനം നടത്തുന്ന വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് MM ഇസ്മയിൽ അധ്യക്ഷനായി. അർത്തുങ്കൽ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ SI GB മുകേഷ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. കൗൺസിലർമാരായ B നസീർ, പ്രഭാ ശശികുമാർ, അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമാരായ CC അശോക് കുമാർ, തഫ്സൽ കമാൽ, സെക്രട്ടറിമാരായ അബ്ദുൽ നാസർ, A സലീം, ട്രഷറർ AK റഹീം എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി A ഹാരിസ് സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. എഴുപുന്നയിൽ ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ വീട് പൂർണ്ണമായും തകർന്നു. 2 കുട്ടികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. വീട് നഷ്ടപ്പെട്ട അവസ്ഥയിൽ കയറി കിടക്കാൻ വീടില്ലാതെ കുടുംബം.
ചൊവ്വാഴ്ച ഉച്ചയോടെ വീശിയടിച്ച കാറ്റിലാണ് മരം വീണത്. എഴുപന്ന പഞ്ചായത്ത് 14-ാം വാർഡിൽ ആശാരിപ്പറമ്പിൽ സിബി ആന്റണിയുടെ വീടാണ് തകർന്നത്. അപകടം ഉണ്ടാകുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്ന സിബി ആന്റണിയുടെ 11-12 വയസ്സുള്ള മക്കൾ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് സിബിയുടെ ഭാര്യ പറഞ്ഞു. ഇന്നലെ ഉച്ചക്കായിരുന്നു സംഭവം. ഞങ്ങൾ പുറത്ത് പോയേക്കണമായിരുന്നു. ഒരു മെടുക്കുണ്ടായിരുന്നു, പോയേക്കണമായിരുന്നു. പിള്ളേർ രണ്ടുപേരും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഒരു 2 മണിയൊക്കെ ആയിട്ടായിരിക്കും ഞങ്ങളിവിടെ നിന്ന് വിളിച്ചറിയിക്കുകയാണ് ചെയ്തത്. വീടിൻ്റെ പുറത്ത് മരം വീണെന്ന് പറയുകയാണ് ചെയ്തത്. ഞങ്ങളത് കഴിഞ്ഞ ശേഷമാണ് വന്ന് 4 മണിക്ക് ശേഷമാണ് ഞങ്ങൾ കണ്ടത്. വീടിൻ്റെ പുറകിട്ട ആഞ്ഞിലി മരമാണ് വീണത്. അത് വീട് പൂർണ്ണമായിട്ടും നശിച്ച രീതിയിലാണ്. പെരയുടെ പുറത്തോട്ടാണ് വീണത്. കുട്ടികൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന് ഒച്ച കേട്ടവർ ഓടി രക്ഷപ്പെട്ടതാണ് പുറത്തോട്ട്. തൽക്കാലം താമസം ഇങ്ങോട്ട് മാറ്റി. തൽക്കാലം ഞങ്ങളുടെ അടുത്ത് തന്നെ ചേട്ടൻ താമസിക്കുന്നുണ്ട്. ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് ഞങ്ങൾ എല്ലാവരും താമസിക്കുന്നത്. സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. വീടിന് ഉള്ളിൽ ഉണ്ടായിരുന്ന TV, ഫ്രിഡ്ജ് തുടങ്ങി സകലതും നശിച്ചു. വീടിന് തൊട്ട് പിറകിൽ നിന്ന മരമാണ് മറിഞ്ഞു വീണത്. ഏകദേശം 4 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടതായി പറയുന്നു. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. തീർത്തും തകർന്ന വീട്ടിൽ നിന്ന് തൽക്കാലം മറ്റൊരു ബന്ധു വീട്ടിലാണ് ഈ കുടുംബം ഇപ്പോൾ താമസിക്കുന്നത്. ടൈം ന്യൂസ്, തുറവൂർ. ചേർത്തല വേളൂർവട്ടം മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കർപ്പൂരാദി കലശത്തിന് തുടക്കമായി. ചേർത്തല വേളൂർവട്ടം മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശത്തിൻ്റെയും കർപ്പൂരാദി സഹസ്ര കലശത്തിൻ്റെയും ചടങ്ങുകൾക്ക് തുടക്കമായി. ബുധനാഴ്ച രാവിലെ 9:30 TMMC പാർട്ണർ VV പവിത്രൻ ഭദ്രദീപം തെളിയിച്ചു. വൈകുന്നേരം വിശേഷാൽ പൂജകളും ഹോമങ്ങളും നടന്നു. 28 മുതൽ ദിവസേന വൈകുന്നേരം 7 പ്രഭാഷണവും തുടർന്ന് കലാപരിപാടികളും ഉണ്ടാവും. 29 രാവിലെ 9:30 KL അശോകൻ കൃഷ്ണ ബ്രഹ്മകലശത്തിന് ദീപം തെളിയിക്കും. യക്ഷിയമ്മയ്ക്ക് വിവിധ ഹോമങ്ങൾ, കലശാഭിഷേകം. 30 രാവിലെ യക്ഷിയമ്മയ്ക്ക് ബ്രഹ്മകലശാഭിഷേകം, ദീപം തെളിയിക്കൽ. വൈകുന്നേരം വിവിധ ഹോമങ്ങൾ. 31 രാവിലെ 9:30 തത്വകലശത്തിന് അഖിലാഞ്ജലി ഗ്രൂപ്പ് MD PD ലക്കി ഭദ്രദീപം തെളിയിക്കും. ജൂൺ 1 മുതൽ 4 വരെ രാവിലെ യഥാക്രമം VM അരുൺകുമാർ, അക്ഷത, അജിത് അതിൽപുരം, OK ചിത്രഭാനു ഉള്ളിശ്ശേരിൽ, പ്രദീപ് ആൻഡ് ഡോക്ടർ രേഖ പ്രദീപ് ഉഴുതുമേൽ എന്നിവർ ദീപം തെളിയിക്കും. ജൂൺ 5 വരെ ദിവസേന രാവിലെയും വൈകുന്നേരവും വിശേഷാൽ പൂജകളും കലശാഭിഷേകങ്ങളും ഹോമങ്ങളും തുടങ്ങിയവയും നടക്കും. ക്ഷേത്രം തന്ത്രി മോനാട്ടുമന കൃഷ്ണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വളരെയധികം താന്ത്രിക പ്രാധാന്യമുള്ളതും ദൈവികവുമായ ഒരു ചടങ്ങാണ് അഷ്ടബന്ധ കലശം. കലശങ്ങളിൽ തന്നെ ഏറ്റവും പ്രാധാന്യമേറിയതാണ് കർപ്പൂരാദി കലശം. വളരെയധികം പണച്ചെലവുള്ളതും ഏകദേശം 60 ലക്ഷത്തോളം രൂപ മൊത്തത്തിൽ ബഡ്ജറ്റ് വരുന്ന ഒരു താന്ത്രിക ദൈവിക ചടങ്ങാണ് കർപ്പൂരാദി കലശം. നമ്മുടെ ഈ കരപ്പുറത്ത് തന്നെ വളരെ അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രം നടത്തപ്പെട്ടിട്ടുള്ള ചടങ്ങാണ് കർപ്പൂരാദി കലശം. ഒരു മനുഷ്യായുസ്സിൽ തന്നെ നമുക്ക് പങ്കെടുക്കാൻ കഴിയുന്ന വളരെ അപൂർവമായ ദൈവിക ചടങ്ങാണ് കർപ്പൂരാദി കലശം. ഈ ചടങ്ങിലേക്ക് നമ്മുടെ ഭക്തജനങ്ങളെ മുഴുവൻ വേളൂർവട്ടം ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഈ അഷ്ടബന്ധ കലശത്തിൽ ഇത്തവണ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് കർപ്പൂരാദി കലശം എന്ന് പറയുന്ന ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു അഷ്ടബന്ധ കർപ്പൂരാദി കലശമാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ദേവസ്വം സെക്രട്ടറി CK സുരേഷ് ബാബു, മാനേജർ MD ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് GK അജിത്, മറ്റു ഭാരവാഹികളായ CM പുരുഷോത്തമൻ നായർ, CV വേണുഗോപാൽ ചാരങ്കാട്ട് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ചേർത്തല തെക്ക് പാഴുമടത്തിൽ കളരിയിൽ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് നടന്ന രുക്മിണി സ്വയംവരം ഭക്തിസാന്ദ്രമായി. ചേർത്തല തെക്ക് പാഴുമടത്തിൽ കളരിയിൽ ക്ഷേത്രത്തിൽ മെയ് 23 മുതൽ നടന്നുവരുന്ന ഭാഗവത സപ്താഹയജ്ഞവും സോപാന സംഗീതോത്സവത്തിൻ്റെയും ഭാഗമായി മെയ് 28-ാം തീയതി ബുധനാഴ്ച രുക്മിണി സ്വയംവരം ഭക്തിസാന്ദ്രമായി. രാവിലെ 6 വിഷ്ണു സഹസ്രനാമം, ഭാഗവത പാരായണം. തുടർന്ന് രുദ്രമാല ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് സ്വയംവര ഘോഷയാത്രയായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് രുക്മിണി സ്വയംവരം നടന്നു. സ്വയംവരത്തിന് ശേഷം പ്രസാദകൂട്ടും നടന്നു. വൈകിട്ട് 5 സർവീശ്വരി പൂജ, കണിച്ചുളങ്ങര ഗോപിനാഥിന്റെ സോപാന സംഗീതം, ദീപാരാധന, ഭജന, പാർത്ഥസാരഥി തിരുവാതിര സംഘം അവതരിപ്പിച്ച തിരുവാതിരയ്ക്ക് ശേഷം പ്രഭാഷണം എന്നിവയും നടന്നു. മെയ് 30 സ്വർഗാരോഹണ ചടങ്ങോടുകൂടി ഭാഗവത സപ്താഹയജ്ഞം സമാപിക്കും.
പ്രതിഷ്ഠാ ദിനമായ 31-ാം തീയതി ശനിയാഴ്ച നവപഞ്ചഗവ്യ കലശാഭിഷേകത്തോടുകൂടി ചടങ്ങുകൾ സമാപിക്കും. ക്ഷേത്രം രക്ഷാധികാരി CN ഗോപാലകൃഷ്ണൻ പണിക്കർ, പ്രസിഡന്റ് CN പരമേശ്വര പണിക്കർ, സെക്രട്ടറി മഹേഷ് C, ട്രഷറർ ശ്രീലേഖ രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മദ് കായിപ്പുറം സൗഹൃദവേദി വായനശാലയുടെ വാർഷികാഘോഷവും നീതി ലാബിന്റെ ഉദ്ഘാടനവും മെയ് 30, 31, ജൂൺ 1 തീയതികളിലായി നടക്കും. മുഹമ്മദ് കായിപ്പുറം സൗഹൃദവേദി വായനശാലയുടെ വാർഷികാഘോഷവും നീതി ലാബ് ഉദ്ഘാടനവും 30, 31, ജൂൺ 1 തീയതികളിൽ നടത്തും. 30 രാവിലെ 10 വായനശാല പ്രസിഡന്റ് T. കുഞ്ഞുമോൻ പതാക ഉയർത്തുന്നതോടെ പരിപാടികൾ ആരംഭിക്കും. 2 ചിത്രരചനാ മത്സരം, 3 കരോക്കെ ഗാനമേള, 5 ലഹരി വിരുദ്ധ സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്യും. റിട്ടയർഡ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ സുരേഷ് റിച്ചാർഡ് മുഖ്യപ്രഭാഷണം നടത്തും. KV ദയാൽ മുഖ്യാതിഥിയാകും. സുധീർ രാഘവൻ തൈപ്പറമ്പിലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ മുൻ MP VM സുധീരൻ നീതി ലാബ് ഉദ്ഘാടനം ചെയ്യും. കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചെറമേൽ മുഖ്യപ്രഭാഷണം നടത്തും. കളക്ടർ അലക്സ് വർഗീസ് IAS മുഖ്യാതിഥിയാകും. വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും കളക്ടർ സമ്മാനിക്കും. ടൈം ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റാപ്പർ വേടനെതിരായുള്ള ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് വിവരക്കേടാണെന്ന് BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ചേർത്തലയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. BDJSൽ മത്സരിക്കണമെന്നും വേണ്ടെന്നുമുള്ള 2 അഭിപ്രായമുണ്ടെന്നും അന്തിമ തീരുമാനമെടുക്കേണ്ടത് NDA സഖ്യമാണെന്നും BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ചേർത്തലയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിന്റെ ഭാവിയിൽ വൻ മാറ്റം സൃഷ്ടിക്കുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെന്ന് കേരള ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. ബ്രിട്ടീഷുകാർക്കെതിരെ ദേശീയത ഉയർത്തിപ്പിടിച്ചാണ് നാം സ്വാതന്ത്ര്യം നേടിയതെന്ന് ഇടതു ചിന്തകൻ സുനിൽ P. ഇളയിടം. അധികാരം നിലനിർത്തുവാനുള്ള കുറുക്കുവഴി മാത്രമായി ഇന്നും ദേശീയത ചുരുങ്ങിയെന്നും സുനിൽ P. ഇളയിടം. ക്രിമിനലുകളായിട്ടുള്ള അംഗങ്ങളുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവരുതെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് U. വാസുകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.